കണ്ണൂർ കോഴിക്കോട് മംഗലാപുരം എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം മഞ്ഞ ലൈന് കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഒരു വേറെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. കുറച്ച് കട്ടിയിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സിറ്റ് ഇല്ല. പക്ഷേ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാണാം കൂഫ എന്ന് എഴുതിയൊരു ബോർഡ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ പേര്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തലപ്പാറയാണ്. തലപ്പാറ മുതൽ രാമനാട്ടുകര വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു തലപ്പാറ വർക്ക് എന്തായിന്ന്. അപ്പോൾ തലപ്പാറയുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം ഈ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കാര്യമായിട്ടുള്ള വർക്കുകളൊക്കെ ഒന്നുമില്ല, ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണുള്ളത്. നമുക്ക് ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്, അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഭാഗത്തായിരുന്നു കുറച്ച് വർക്കുകൾ ബാക്കി ഉണ്ടായിരുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിൽ സർവീസ് റോഡിലേക്ക് നോക്കുമ്പോൾ കാണാം നമുക്ക് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള പാലത്തിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഴയ പാലം നമുക്ക് കാണാം, സൈഡിൽ പഴയ പാലം അവിടെ കാണാം. ഇതാണ് സർവീസ് റോഡ്. നമ്മുടെ തലപ്പാറ പഴയ പോലെയല്ല, എവിടെയാണ് തലപ്പാറാണെന്ന് അറിയാത്ത രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്രയ്ക്കും നല്ല രീതിയിൽ വർക്ക് ഫുള്ളായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം നമുക്ക് കാണാം ഒരു ചെറിയ ഭാഗം ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന അതാണ് ഇവിടെ കുറച്ച് ഭാഗത്ത്. അപ്പോൾ ഇനി നമ്മൾ രാമനാട്ടുകര വരെയാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള എവിടൊക്കെയാണ് ഇനി ബാക്കി വരുന്ന വർക്കുകൾ, അതൊക്കെയാണ് നമ്മളിന്ന് നോക്കി കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. ഒരുപാട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ താങ്ക്സ് അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ സപ്പോർട്ടാണ് യാത്രയുടെ വിജയം, മുന്നോട്ടുള്ള യാത്രകൾക്ക്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ക്രാഷ് ബാരിയർ വരുന്നുണ്ട്. ആ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇവിടെ കാണാൻ നമുക്ക് കുറച്ച് ഭാഗത്തുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് നേരെ അങ്ങോട്ട് വലിയ പറമ്പ് ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ മാത്രമാണ് കുറച്ച് ഭാഗത്ത് കട്ടിങ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇങ്ങനെ നേരെ നമ്മുടെ ചേളാരി, കാക്കഞ്ചേരി, രാമനാട്ടുകര ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ അവിടെയൊക്കെ ഇനി ഏതൊക്കെ ഭാഗങ്ങളിലാണ് വർക്ക് ബാക്കിയുള്ളത്, എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് കാണാം. തലപ്പാറ ജംഗ്ഷൻ വരുന്നത് ആ ഭാഗത്താണ്, അവിടെയാണ് നമ്മുടെ അണ്ടർപാസൊക്കെ വരുന്നത്. നമുക്ക് അവിടെ നിന്ന് പോയിട്ട് താഴ്ഭാഗത്തേക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഈ സൈഡിലേക്ക് വരുമ്പോഴുള്ള സർവീസ് റോഡ്. കാണാം വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞ് നല്ല രീതിയിലുള്ള വർക്ക് കഴിഞ്ഞ ഭാഗമാണ്. അപ്പോൾ നമ്മൾ തലപ്പാറ ഈ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ മുകളിൽ കുറച്ച് ഭാഗത്ത് ഇവിടെ ഇതുപോലെ ജോയിൻറ്റിങ്ങിൻ്റെ വർക്ക് ബാക്കിയുണ്ടായിരുന്നു. വാഹനങ്ങളൊക്കെ റോഡ് വർക്ക് കഴിഞ്ഞതോടെ വളരെ വേഗത്തിലാണ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാം നമുക്ക് 100-120 പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് കാണാം നമുക്ക് നല്ല രീതിയിൽ പുല്ലൊക്കെ വെച്ച് ഭംഗിയാക്കി വെച്ച ഭാഗം. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഒന്നുകൂടെ പച്ചപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതെന്നും ഇതുപോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെ കാണാം. ഇങ്ങനെയുള്ള ജംഗ്ഷനുകളൊക്കെ വളരെ കുറവാണ് നമ്മളെ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഐമാസ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാം സെൻറ്റർ ഭാഗത്ത്. ആ ഭാഗത്തൊരു ക്രാഷ് ബാരിയറൊക്കെ കൊടുത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. എന്താ അറിയില്ല. ഇതിൻ്റെ സെൻറ്റർ അടിഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ രണ്ട് ഭാഗത്തും ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. അപ്പോൾ അധികം ഇനി ഞാൻ റോഡ് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. നമ്മൾ എല്ലാ ഭാഗത്തും റോഡുകൾ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ വെളിമുക്ക് ഭാഗത്ത് വന്നിട്ടുണ്ട്. വെളിമുക്ക് ഭാഗത്ത് വരുമ്പോൾ ഇവിടെ അങ്ങനെ കാണാം കുറച്ച് ഭാഗത്ത് സ്ക്രാഷ് ബാരിയർ ജോയിൻറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചത് കാണാം. ഈ ഭാഗത്ത് ഇവിടെ ഒരു നമുക്ക് എൻട്രി ഉണ്ട്. ഈ ഭാഗത്ത് കാണാം ഇവർ മഞ്ഞ ലൈനിങ് ഒക്കെ കാണാം. ഈ ഭാഗത്ത് കൂടെയാണ് ഒരു വെളിമുക്ക് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്കൊക്കെ ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു വഴിയാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാണാം കൂഫ എന്ന് എഴുതിയൊരു ബോർഡ്.
ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ പേര്. ഇത് വെളിമുക്ക് ഭാഗത്താണ് ഇങ്ങനൊരു പേരുള്ളത്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെളിമുക്ക് ഭാഗത്തു നിന്നുള്ള ഒരു എൻട്രി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇനി ഇവിടുന്ന് രാമനാട്ടുകര വരെ പോകുമ്പോൾ കാണുന്ന മറ്റുള്ള വർക്ക് നടക്കാത്ത ഭാഗങ്ങൾ എങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നിട്ട് ചേളാരി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം. ഇവിടെ നമുക്ക് പുതുതായിട്ട് റോട്ടിൽ ഒരു മാർക്കിംഗ് കൂടെ കാണാം, മഞ്ഞ ലൈന് വരച്ചത് കാണാം. അവിടെയും കാണാം, രണ്ട് ഭാഗത്ത് ഒരു ലൈനിങ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു നമ്മുടെ ചേളാരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഹൈവേയിലേക്ക് കയറി വരുന്ന ഒരു എൻട്രി ഭാഗമാണ്. ആ ഭാഗത്ത് വരുന്ന ഒരു മാർക്കിംഗ് ആണ് ഇത് കാണാം. ഇങ്ങനെ ഒരു എൻട്രി ഉണ്ട് എന്നുള്ള ഒരു സൂചന തരുന്നതിനുള്ള ഒരു മാർക്കിങ്ങും കൂടെയാണ്. ഇവിടെ വാഹനങ്ങളൊന്ന് പതുക്കെ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിംഗാണിത്. ഇങ്ങനെയുള്ള ഭാഗത്തുനിന്ന് നമ്മൾ വാഹനങ്ങൾ ഹൈവേയിലേക്ക് കയറി വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഈ വരുന്ന വാഹനങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിംഗ് കൂടെയാണ്. അങ്ങനെ ഇവിടെ ഒരു യെല്ലോ മാർക്കിംഗ് ഇവിടെ കാണാം നമുക്ക്. ഇതാണ് ചേളാരി ഭാഗത്ത്. അപ്പോൾ പുതുതായിട്ടൊക്കെ ഇനി ഇങ്ങനെയുള്ള മാർക്കിംഗ് കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം കോഴിക്കോട് ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ യെല്ലോ വര നമ്മൾ കണ്ടല്ലോ. ആ യെല്ലോ വര പറഞ്ഞാൽ നമ്മൾ സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ കയറി വരുന്നത് ഉള്ളൊരു ഭാഗമാണെന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് സ്ലോ ചെയ്യാനും ഒന്ന് ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്പീഡ് കൺട്രോളാണ്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചേളാരി ഭാഗത്തുനിന്ന് ഹൈവേയിലേക്ക് വരുന്ന ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം മഞ്ഞ ലൈന് കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഒരു വേറെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. കുറച്ച് കട്ടിയിലാണ് ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സിറ്റ് ഇല്ല, പക്ഷേ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊരു അപകടം വരുത്തുന്നൊരു കാര്യമാണ്, അങ്ങനെ പോകാൻ പാടില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു കൺട്രോൾ ചെയ്യാനും നമുക്ക് അറിയാൻ വേണ്ടി കൂടിയുള്ള ഒരു ഭാഗം കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ചില ആളുകൾക്ക് ഫുള്ളായിട്ട് വീഡിയോ കാണണമെന്നുണ്ട്, പ്രവാസി സുഹൃത്തുക്കളൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചിന്ന്. അപ്പോൾ നമുക്ക് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം നമുക്കൊരു യാത്ര തന്നെ നടത്താം. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇപ്പം നമുക്ക് ഓരോ ഭാഗത്തുള്ള വർക്കുകൾ ഇനി എത്രത്തോളം മാറ്റങ്ങളുണ്ട്, എന്തൊക്കെ വർക്കുകളുണ്ട്, അതൊക്കെ നമുക്ക് നോക്കിക്കാണാം. അവിടെ നമുക്ക് കാണാം ഇങ്ങോട്ട് ഹൈവേയിൽ നിന്നുള്ള എക്സിറ്റാണ് നമ്മുടെ ചേളാരി ഭാഗത്തേക്കുള്ളത്. ഇവിടുന്ന് എൻട്രിയാണ്. അങ്ങനെ രണ്ട് ഭാഗത്ത് രണ്ട് സൈഡിലുള്ള കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി ബാക്കിയുള്ള നോക്കാം. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി ഭാഗത്താണ്. യൂണിവേഴ്സിറ്റി ഭാഗത്ത് നമുക്ക് കാണാം ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. റെസ്റ്റ് ഏരിയൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വർക്കുകളൊക്കെ ഇനി മാത്രമേ ഉള്ളൂ. ഇവിടെ കാണാം ഒരു സെൻറ്റർ ഭാഗത്തൊക്കെ ടൈല് വിരിച്ച് ഇവിടെ ഒരു ബോർഡിനൊക്കെ ഉള്ള ഒരു തൂണൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ ഇവിടെ സെറ്റാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട്, കുറച്ച് ഭാഗം. ഇവിടെ കുറച്ച് നല്ല ഏരിയ ഉണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. വർക്കൊക്കെ ചെയ്ത് ഒന്ന് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് മാറ്റുമായിരിക്കാം. അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മുൻഭാഗത്ത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇതുപോലുള്ള വലിയ നാഷണൽ പെർമിറ്റ് ലോറികൾക്കൊക്കെയാണ്. ദീർഘദൂര വാഹനങ്ങളായിരിക്കും ഇവരൊക്കെ, അവർക്കൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള ശരിക്കുള്ള ഒരു റെസ്റ്റ് ഏരിയകളില്ല. അപ്പോൾ ഇതുകൊണ്ടൊന്നും കറക്റ്റാവും തോന്നില്ല. എത്രയും വലിയ വാഹനങ്ങളൊന്നും കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇവിടെ നിർത്താനൊക്കെ പറ്റും തോന്നുള്ളൂ. ഇവിടെ നമുക്ക് കാണാം ടൈല് വിരിച്ച ഭാഗം. ഇവിടെ ടോയ്ലറ്റിൻ്റെ ഒന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുഴികൾ വർക്കൊക്കെയാണ് നടക്കുന്നുണ്ട്, കാണാം. ഇവിടെ ടോയ്ലറ്റിൻ്റെ റൂമുകൾ ഇതാണ്, ഇങ്ങനെയാണ് സംവിധാനം. ഇപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒന്ന് കാണുന്നുള്ളൂ. ഇവിടെ ഒരു ടവറൊക്കെ കാണുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഒരു ചെറിയ ടവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഭാഗം ഇങ്ങനെ മണ്ണ്
ഇളക്കിയിട്ട പോലെ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ വരുന്ന അറിയില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ആയിരിക്കാം. നല്ല രീതിയിലുള്ള ഇവിടെ ഒരു ടാങ്കൊക്കെ കാണാം. വെള്ളത്തിൻ്റെ ടാങ്കാണോ വേസ്റ്റാണോന്ന് അറിയില്ല. ഇങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുള്ളപ്പോൾ പുതുതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് ഏറെക്കുറെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് വർക്കുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുളപ്പുറം ഭാഗത്തു നിന്ന് ഇപ്പോൾ രാമനാട്ടുകര കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈവേയിൽ ഒരു തടസ്സം കൂടാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോവാം. വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്ന ഒരു ഫ്ലൈ ഓവറാണത്, ഓവർപാസ്. അതിൻ്റെ മുൻഭാഗത്ത് അവിടെ ബോർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ കൊടുത്ത് കാണുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോയിൽ കാണും തോന്നുന്നില്ല. അപ്പോൾ അവിടെ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന്. അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇത് കണ്ടപ്പോൾ ഒന്ന് ഇവിടെ എടുക്കാച്ചിട്ട് നിർത്തിയതാണ്. കാണാൻ നമുക്ക് ഇവിടെ മണ്ണ്, പിന്നെ മുകൾ ഭാഗത്തു നിന്ന് തട്ടിയിട്ടൊരു മണ്ണാണ്. ഇവിടെ മുകൾ ഭാഗത്ത് ക്രഷ് ബാരിയർ, ഇരുമ്പിൻ്റെ ക്രഷ് ബാരിയർ വെക്കുമ്പോൾ അതിൻ്റെ ഭാഗത്തുള്ള മണ്ണുകൾ ഒഴിവാക്കിയത് താഴോട്ടുള്ളത് ഇത് എടുത്തു മാറ്റാനുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ ബാക്കിയുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡുകൾ. കണ്ണൂർ, കോഴിക്കോട്, മംഗലാപുരം എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഭാഗത്ത്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഹൈവേയിൽ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓവർപാസുകൾ, അണ്ടർപാസുകളൊക്കെ വരുമ്പോഴാണ് ഹൈവേൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡുമേൽ കാണാം കാക്കഞ്ചേരി, പള്ളിക്കൽ ബസാർ എന്നീ ഭാഗങ്ങൾക്കൊക്കെ ഇവിടുന്ന് എക്സിറ്റ് വഴി നമുക്ക് ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുൻഭാഗത്തേക്ക് വരുമ്പോൾ മഞ്ഞ ലൈൻ മാർക്കിങ് ഇവിടെയും കാണാം. ഇവിടെ നിന്നുള്ള ഈ എക്സിറ്റിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള. അതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു മാർക്കിങ് കാണാം. നമുക്ക് ഇങ്ങനെ കാക്കഞ്ചേരി ഭാഗങ്ങൾക്കും ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്കൊക്കെ പോകാൻ നമുക്ക് ഈ എക്സിറ്റ് എടുക്കാം. പിന്നെ ഈ ഭാഗത്ത് വർക്കുകളൊന്നും ഇനി ഇല്ല. നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞ് ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ക്യാമറൻ്റെ ടെസ്റ്റിങ് നടക്കേണ്ടതുണ്ട്. അതുപോലെ ലൈറ്റും ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ലൈറ്റിൻ്റെ ടെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ടെസ്റ്റിങ് കഴിഞ്ഞേക്കണമെന്ന് അറിയാൻ ഞാൻ രാത്രി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ ചില ഭാഗങ്ങളിലൊക്കെ ബോർഡുകൾ വെക്കുക, അത്രത്തോളം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മലപ്പുറം ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വളരെ കുറഞ്ഞ സമയത്തിന് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വന്നോളി. നമ്മുടെ ഹൈവേ ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കാണാം, ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു ഭംഗിയാണ് ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഓവർപാസുകൾ, അണ്ടർപാസുകളൊക്കെ കാണുമ്പോൾ. കാക്കഞ്ചേരി ഭാഗത്തൊക്കെ ഫുൾ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇന്ന് കുറച്ച് ബെൻഡിങ് ആയൊരു സ്ഥലം. ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഇറങ്ങി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കാക്കഞ്ചേരി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കാക്കഞ്ചേരി ഭാഗത്തായിരുന്നു കുറച്ച് വർക്കുകളൊക്കെ വൈകിയൊരു ഭാഗം. ഇവിടെയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാൻ നമുക്ക് ക്രഷ് ബാരിയറിനൊക്കെ പെയിൻ്റ് അടിച്ച് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സൈഡിലേക്ക് നോക്കാം ആ ഭാഗത്ത് എന്താണ്. ഈ സൈഡിൽ ഇവിടെ കാണാൻ സെൻറ്റർ ഭാഗത്തുള്ള ക്രഷ് ബാരിയറിന് പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ വർക്കേഴ്സ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ അടിപൊളിയായിട്ട് വാഹനങ്ങൾ പോകുന്നത് കാണാം. രണ്ട് സൈഡിലും വർക്ക് കംപ്ലീറ്റ് ആയി. കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് ആ ഭാഗത്ത് മാത്രമാണ് ക്രഷ് ബാരിയറിന് ഇനി പെയിൻറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ലൈറ്റിൻ്റെ കാലുകൾ കൊടുത്തിട്ടില്ല, അതിൻ്റെ വർക്ക് കൂടി വരാണ്ട്. ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളുണ്ട്. അതാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഭാഗത്തു നിന്നായിരുന്നു മണ്ണൊക്കെ എടുത്തിരുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്.
ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ കാണാൻ നമുക്ക് സർവീസ് റോഡൊക്കെ കാലിയായിട്ട് എടുക്കണേ. വാഹനങ്ങളൊക്കെ വളരെ കുറച്ചേ പോകുന്നുള്ളൂ. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയാണ് ഈ കണ്ടെയ്നറുകളൊക്കെ ഇപ്പോൾ നിർത്തിയിട്ടത് കാണാൻ. കുറേ കണ്ടെയ്നറുകളുണ്ട് അവിടെ വലിയ. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ഒരു കാഴ്ച. വളരെ താഴ്ചയിൽ നിന്ന് കെട്ടിപ്പൊക്കി കൊണ്ടുവന്നാണ് നമ്മുടെ ഹൈവേ. അപ്പോൾ നമുക്ക് ഇനി രാമനാട്ടുകര ഭാഗങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളെ യാത്ര നമ്മൾ തലപ്പാറ ഭാഗത്തു നിന്ന് തുടങ്ങി ചേലമ്പ്ര ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ഏകദേശം അവിടെയാണ് ഇപ്പോൾ. ഇവിടെ നല്ല ഹൈറ്റിൽ കെട്ടിപ്പൊക്കിയ രീതിയിലാണ് ഹൈവേ കടന്നു പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ തന്നെയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത്. ഇനി ഈ ഭാഗത്തൊന്നും ഒരു വർക്കുകളില്ല. അപ്പോൾ ഇത്രയും ദൂരത്തിൽ നമ്മുടെ കുളപ്പുറം മുതൽ ഈ ഭാഗം വരെ നമ്മളിപ്പോൾ കാണിച്ചു. ഒരു ഭാഗത്തും വർക്കുകൾ ഇനി ചെയ്യാത്തില്ല. ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറഞ്ഞ ഫിനിഷിങ് വർക്കുകൾ മാത്രമാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഇനിയുള്ളത്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് രാമനാട്ടുകര ഭാഗങ്ങളിലേക്ക് എടുക്കാൻ പോകുന്ന ഒരു എക്സിറ്റ് ഉണ്ട് ഇവിടുന്ന്. ആ ഭാഗത്തും ഇതുപോലുള്ള ലൈൻ മാർക്കിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട്. മഞ്ഞ കളറിൽ പെയിൻ്റ് അടിച്ചത് കാണാം നമുക്ക്. ഇവിടുന്നാണ് നമ്മൾക്ക് രാമനാട്ടുകര ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഒരു എക്സിറ്റ് എടുക്കേണ്ടത്. അതിനുള്ള ഒരു ഭാഗമാണ് ഇവിടുന്ന് കാണാൻ നമുക്ക്. ഇതാണ് ഈ ഭാഗത്തൂടെ ഇറങ്ങിപ്പോയാലാണ് നമുക്ക് രാമനാട്ടുകര ഭാഗങ്ങൾക്ക് പോവുക. ഹൈവേയിലേക്ക് രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ വരുന്ന ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ആ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തു കൂടെ വന്നിട്ട് നമ്മുടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് അതിൻ്റെ താഴ്ഭാഗത്തു കൂടെയാണ് കറങ്ങിയിട്ട് ഹൈവേയിലേക്ക് വരേണ്ടത്. ആദ്യം ഈ ഭാഗത്തുള്ള ഒരു ജംഗ്ഷനിലായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടായിരുന്നു. ഇവിടെ ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുളപ്പുറം മുതൽ തലപ്പാറ മുതൽ രാമനാട്ടുകര വരെ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത്. ഇതാണ് നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവർ. ഇത് പഴയ ഫ്ലൈ ഓവറാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും ഹൈവേ കടത്തി വിടേണ്ടത്. ഇതൊന്ന് ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു വർക്കും ഇവിടെ ഇല്ല. ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഉള്ളത്. വളരെ കുറഞ്ഞ വർക്കുകൾ. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവർ തീർക്കുന്നതാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുകയുള്ളൂ. അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ, ജയ് ഹിന്ദ്.